എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല. സാക്ഷികളാക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതേസമയം കോളേജിൽ നിന്നും കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല വിഭാഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകും. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയ കണ്ണികളെ പിടികൂടാനുള്ള നീക്കവുമായി പോലീസ്. നിലവിൽ കോളേജ് വിദ്യാർത്ഥികളും ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികളും ഇത് എത്തിച്ചു നൽകിയ 2 ഇതര സംസ്ഥാനക്കാരും പിടിയിലുണ്ട്. എന്നാൽ ഇവർക്ക് പിന്നിൽ കൂടുതൽ കണ്ണികളുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് പോലീസ് തീരുമാനം. അതേസമയം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല വിഭാഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലഹരി ഉപയോഗത്തെക്കുറിച്ച് 1.5 മാസം മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയെന്നും കോളേജ് അധികൃതർ മൊഴി നൽകിയിട്ടുണ്ട്. പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നെന്ന സൂചന നൽകി കളമശ്ശേരി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു. മാർച്ച് 12-നായിരുന്നു പ്രിൻസിപ്പൽ കത്ത് നൽകിയത്. ലഹരിക്കായി ക്യാമ്പസിൽ പണപ്പിരിവ് നടക്കുന്ന വിവരവും പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് നിർണായക നീക്കം നടത്തിയത്. പ്രിൻസിപ്പലിന്റെ കത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.